ന്യൂബോൺ ബേബീസിൻ്റെ വാട്ടർ പ്രൂഫ് ബിബാണ് ഇന്നത്തെ വീഡിയോ. നൈൻ ആൻഡ് ക്വാർട്ടർ ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ചസ് വിഡ്ത്തുമാണ് വേണ്ടത്. 1 പീസ് മതി. ഫോൾഡ് ചെയ്ത് നെക്ക് ഡിസ്റ്റൻസ് 1 ആൻഡ് ക്വാർട്ടർ ഇഞ്ച്. നെക്ക് ഡെപ്ത്ത് 2 and 3/4. 2 and 3/4 നെക്ക് ഡെപ്ത്ത്, 1 and quarter ഇഞ്ച് നെക്ക് ഡിസ്റ്റൻസ്. അവിടുന്ന് ഒരു ടോപ്പിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 1 and half ഇഞ്ച് റൈറ്റിലേക്ക് മാർക്ക് ചെയ്യുക. 1 and half ഇഞ്ച്, ഒരു 3/4 കഴിഞ്ഞിട്ട് 1 and half ഇഞ്ച്. ഇനി ടോപ്പിൽ നിന്ന് 1 and half ഇഞ്ച് ടച്ച് ചെയ്ത് നെക്ക്, ഇനി ബോട്ടത്തിൽ നിന്ന് 2 and half ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് ഇവിടെ ഫോൾഡ് ചെയ്ത പോയിന്റിലേക്ക് ഇതേപോലെ ഈ ഷേപ്പ്. ഇനി ഇത് ഫോൾഡ് ചെയ്ത് സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഒരു 4 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. ഇതാണ് ഈ ബിബിൻ്റെ ഷേപ്പ്. കട്ട് ചെയ്യുക. ഇതാണ് ഈ ബിബിൻ്റെ ഷേപ്പ്. ഇനി നെക്ക് കട്ട് ചെയ്യുക. ഇതാണ് ഷേപ്പ്. ഇനി വാട്ടർ പ്രൂഫിന് നോൺ അലർജിക് ആയിട്ടുള്ള ഷീറ്റ് ഒരു പീസ് ഇവിടെയുണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കട്ട് ചെയ്യേണ്ട. സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം ബാക്കി വരുന്നത് ബാലൻസ് കട്ട് ചെയ്യാം. ടു ഇഞ്ചസ് വിഡ്ത്തുള്ള കുറച്ച് ക്രോസ് പീസുകൾ, ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഞാനൊരു സീ കാറ്റിൻ്റെ പേസ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്.
ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫാബ്രിക് പെയിൻ്റ് കൊണ്ടോ എങ്ങനെയെങ്കിലും ചെയ്യാം. ഇനി ആദ്യം വേണ്ടത് ഈ പ്ലാസ്റ്റിക് ഷീറ്റുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പൈപ്പിംഗാണ് അടിക്കേണ്ടത്. ഫസ്റ്റ് ഇവിടെ ഈ 2 സൈഡും പൈപ്പിംഗ് അടിക്കുക. വളരെ അട്രാക്ഷനുള്ള ഒരു ബിബാണിത്. ഇനി ഇവിടെ ഒരു 12 ഇഞ്ചസ് കോഡിന് വിട്ടിട്ട് വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ. ലൂസായി കൊടുക്കണം. കോഡ് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയണം, എന്നാലേ ഇത് തിന്നായിട്ട് കിട്ടുകയുള്ളൂ. കുറച്ച് വലിച്ചടിക്കണം. ഒരു ഫാൻസി ആയിട്ടുള്ള ബിബാണിത്. രണ്ടും നോക്കി ഒരേപോലെ ആയിക്കളി. ഒരു 8 ഇഞ്ചസ് കോഡിന് വിട്ടിട്ട് നെക്ക് പൈപ്പിംഗ് അടിക്കാം.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്കടിക്കുമ്പോൾ പൈപ്പിങ് കുറച്ച് വലിച്ചടിക്കണം. ഇനിയും ബിബിന് ഇനിയും ഡിസൈൻസ് ഉണ്ട്. അത് ഞാൻ ഓരോരോ വീഡിയോസിലായിട്ട് ഇട്ടുതരാം. വലിച്ചതുകൊണ്ട് ബിബ് ഫ്ലാറ്റായിട്ട് തന്നെ നിൽക്കുന്നത് കണ്ടില്ല. ഇങ്ങനെയാണ് നെക്ക് പൈപ്പിംഗ് അടിക്കേണ്ടത്. ഇത് ഇനി സെക്കൻഡ് സ്റ്റിച്ച് കഴിയുമ്പോഴേക്ക് മെഷീനോട് ചേർന്ന് നിൽക്കും. ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാം. ബേബിയുടെ ബിബ് റെഡിയായി. പുസിക്കാറ്റ് ബിബ് റെഡിയായി.